എത്ര പേർക്കറിയാം കേരളത്തിൽ ഇത്രയും വലിയ രീതിയിൽ ലാപ്ടോപ്പ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട് എന്നുള്ളൊരു കാര്യം? കൺവെയറിലേക്ക് മാറ്റുന്നു, അവിടുന്ന് നമ്മൾ നേരെ പാക്കിംഗ് സെക്ഷനിലേക്ക് ഇത് ട്രാൻസ്പോർട്ട് ആവും. മദർ ബോർഡ് ഫിക്സിംഗ് കഴിഞ്ഞ ശേഷം ഡോട്ടർ ബോർഡ്, SSD, ബാറ്ററി ഇതെല്ലാം ഫിക്സിംഗ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് F0 എന്ന് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ കഴക്കൂട്ടത്തിനടുത്ത് മൺവിള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ്. ഇപ്പോൾ ഉള്ളത് ഞാൻ കൊക്കോണിക്സ്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ലാപ്ടോപ്പ് നിർമ്മിക്കുന്ന ഒരു വലിയൊരു കമ്പനിയാണ് നമ്മൾ ഈ കൊക്കോണിക്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇവിടെ ലാപ്ടോപ്പ് നിർമ്മിക്കുന്നത്, എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, എത്രമാത്രം ഇതിന് ക്വാളിറ്റി ഉണ്ട്, ഒക്കെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നേരെ കൊക്കോണിക്സിന്റെ വിശേഷങ്ങളിലേക്ക്. കൊക്കോണിക്സ് കമ്പനിയുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയർ അഞ്ജു ആണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. അഞ്ജു, ഞാനിവിടെ വന്നിരിക്കുന്നത്, നമ്മൾ ഇന്ന് ലാപ്ടോപ്പ് ഒക്കെ നമ്മൾ പലരും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ട് അത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് കൊക്കോണിക്സിന്റെ ഓരോ പ്രോഡക്റ്റ് ഇന്ന് നമ്മളെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പുറത്തായിട്ട് പലർക്കും ഇന്ന് വലിയ രീതിയിൽ അറിയുന്ന ഒരു കമ്പനി ആയിട്ട് തന്നെ കൊക്കോണിക്സ് മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ചെയ്തെടുക്കുന്ന ആദ്യം മുതലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കടക്കാം? കൊക്കോണിക്സ് കമ്പനിയിൽ ലാപ്ടോപ്പിന്റെ അസംബ്ലിയാണ് നടത്തുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കമ്പോണൻസ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും കൂടാതെ ഇന്ത്യയിൽ നിന്നും വരുത്തുന്നുണ്ട്. വാങ്ങിയതിന് ശേഷം അത് നമ്മൾ RMS സ്റ്റോറിൽ കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് മുന്നേ നമ്മൾ ഇൻവേർഡ് ക്വാളിറ്റി അഷുറൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വാങ്ങിക്കുന്ന കോമ്പോണൻസ് ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെ ആയിരിക്കില്ല, പിന്നെ എന്താണ് അത് പിന്നെ ഒരു ചെക്കിംഗ് ആവശ്യം? അതങ്ങനെ തന്നെയാണ്, നമ്മൾ റെപ്യൂട്ടഡ് കമ്പനിയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. പോരാതെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും ഡാമേജ്, ട്രാവലിങ്ങിലോ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകൂടെ ക്വാളിറ്റി അഷുറൻസ് ചെയ്യുന്നത്. ഓ, അത് ശരി, അത്രയും ശ്രദ്ധ കൊടുക്കുന്നത് സ്റ്റാർട്ടിംഗ് ടൈമിന്. അതെ. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡിസ്ക് ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഇതെന്ന് വെച്ചാൽ മാസ്റ്റർ ഹാർഡ് ഡിസ്ക് ഉണ്ട്, കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള മാസ്റ്റർ ഹാർഡ് ഡിസ്ക് നമ്മൾ ചെയ്തിട്ട് അതിൽ നിന്നും അറ്റ് എ ടൈം 25 ഹാർഡ് ഡിസ്ക് കോപ്പി ചെയ്തെടുക്കുകയാണ് ഈ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഒരു 7 to 10 മിനിറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് സമയ ലാഭമുണ്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷനിൽ ഓരോന്നായിട്ട് നമ്മൾ ചെയ്തെടുക്കേണ്ടി വരും. അത്രയും സമയം നമുക്ക് ലോസ് ആണ്. അതെ. അടുത്തതായിട്ട് അസംബ്ലിംഗ് സ്റ്റേജിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള കിറ്റിംഗിലേക്ക് കിടക്കുകയാണ്. അപ്പോഴത്തേക്കും ഉള്ള ഇൻകമിംഗ് ഇഷ്യൂസ് ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ അസംബ്ലിംഗ് സ്റ്റേജിലോട്ടാണ് വരുന്നത്. ഇവിടെ നമ്മൾ ബേസിക് വേരിയന്റ് ആയിട്ടുള്ള സെലറോൺ, പിന്നെ i3, i5, i7 അങ്ങനെയുള്ള പ്രോസസ് വെച്ചിട്ടുള്ള മെഷീൻസിന്റെ അസംബ്ലിംഗ് ഉണ്ട്. ഇഞ്ചസ് പറയുകയാണെങ്കിൽ ഏതൊക്കെ നിങ്ങൾ ചെയ്യുന്നത്? 11 ഇഞ്ച് ഉണ്ട്, 14 ഇഞ്ച് ഉണ്ട്, 15 ഇഞ്ച് ഉണ്ട്. ഇത് കൂടാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? നമ്മളിവിടെ മിനി PC ചെയ്യുന്നുണ്ട്, കൂടാതെ ടാബ്ലറ്റ്സ്, സെർവർ, ഡെസ്ക്ടോപ്പ് ഇതൊക്കെ ചെയ്യാനുള്ള പ്രൊവിഷൻ ഞങ്ങൾക്ക് ഉണ്ട്. ലാപ്ടോപ്പ് അസംബ്ലിംഗ് സ്റ്റേജിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയ ഡിസ്പ്ലേ ഫിക്സിംഗ് ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ഓപ്പറേറ്ററിന് അത് കൈമാറും മദർ ബോർഡ് ഫിക്സിങ്ങിനേക്കായി. മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതെ. അത് ഇത് ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അതെ, വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇവിടുത്തെ ഓപ്പറേറ്റേഴ്സ് അത് കൈകാര്യം ചെയ്യുന്നത്. ആ ഒരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ഓരോ ഓപ്പറേറ്റേഴ്സും ESD ഗ്ലൗസ്, കോട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ കയറി വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചൊരു കാര്യമായിരുന്നു, കാരണം എനിക്കും ഒരു കോട്ട് തന്നു, ഗ്ലൗസും കാര്യങ്ങളൊക്കെ. ഇത് എന്തിനു വേണ്ടിയിട്ട് ഇത്രയും ശ്രദ്ധ കൊടുക്കുന്നുള്ള ഒരു ഡൗട്ടോട് കൂടി ഞാൻ ഉള്ളിലേക്ക് വന്നത്. ഇപ്പോഴാണ് അതിന്റെ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു ശ്രദ്ധ കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് 100% ക്വാളിറ്റിയോട് കൂടി ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മദർ ബോർഡ് ഫിക്സിംഗ് കഴിഞ്ഞ ശേഷം ഡോട്ടർ ബോർഡ്, SSD, ബാറ്ററി ഇതെല്ലാം ഫിക്സിംഗ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കേബിൾസ് എല്ലാം കൂടെ റൂട്ട് ചെയ്യും. ശേഷം ലൈൻ QC ഒന്നുകൂടെ വെരിഫൈ ചെയ്യും ഞങ്ങളുടെ പ്രോഡക്റ്റ്. ഇത് ഈ പ്രൊഡക്ഷൻ ഓരോ സ്റ്റേജിലേക്ക് മാറുന്നൊക്കെ ഇവിടെ ഒരു കൺവെയർ വഴിയാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, കൺവെയർ ആണിത്. ഞങ്ങളുടെ ഈ പ്രോഡക്റ്റിന് 8 സ്റ്റേജ് ആണ് അസംബ്ലിംഗിൽ വരുന്നത്. ചില പ്രോഡക്ട്സിന് 15 സ്റ്റേജ് വരെ വരാറുണ്ട്. കൊക്കോണിക്സിന്റെ അസംബ്ലിംഗ് സെക്ഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. അടുത്തത് ഇതിന്റെ ടെസ്റ്റിംഗിനാണ്. ആ ടെസ്റ്റിംഗ് ഭാഗം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് വിശ്വനാണ്. വിശ്വന്ത്, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത്? ബേസിക്കലി നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ ശേഷം നമ്മൾ ടെസ്റ്റിങ്ങിലേക്കാണ് വരുന്നത്. ഫസ്റ്റ് ഈ ടെസ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രിയാരിറ്റി എന്ന് പറയുന്ന സ്റ്റേജാണ്. പ്രിയാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ ബേസിക് ഫങ്ഷണാലിറ്റീസ്, അതായത് ബ്രൈറ്റ്നസ്, ഡിസ്പ്ലേ, സ്പീക്കർ, മൈക്ക്, കീബോർഡ്, ടച്ച് പാഡ് അങ്ങനെയുള്ള ബേസിക് ഫങ്ഷണാലിറ്റീസ് എല്ലാം ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നമ്മൾ ചെക്ക് ചെയ്യും. ഈ ബേസിക് ഫങ്ഷണാലിറ്റീസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലാപ്ടോപ്പ് അവിടെ വെച്ച് തന്നെ ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ബേസിക് ടെസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പോകുന്നത് RT എന്ന് പറഞ്ഞ ടെസ്റ്റിലേക്ക്, റിലയബിലിറ്റി ടെസ്റ്റിംഗ് ആണ് പറയുന്നത്. പല ടെസ്റ്റിങ്ങുകൾ ചെയ്യുന്നുണ്ട്, ഓട്ടോമേറ്റഡ് ടെസ്റ്റിങ്ങുകൾ ചെയ്യുന്നത്. അത് ബേണിംഗ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, 3D മാർക്ക് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കൊരു സ്കോർ കിട്ടും അവസാനം. അപ്പോൾ ഈ സ്കോർ നമ്മൾ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ഓൾറെഡി ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ പ്രീ പ്ലാൻഡ് സ്കോർ ഉണ്ട്. ആ സ്കോറുമായിട്ട് ഇത് കമ്പയർ ചെയ്തിട്ട് ഓക്കെ എന്ന് നോക്കും.
അതിനുശേഷം നമ്മൾ റിസൾട്ട് നമ്മൾ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഈ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മൾ ഫ്യൂച്ചറിൽ കസ്റ്റമറിൻ്റെ കയ്യിൽ എന്തൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ മെഷീൻ്റെ ഏത് പർട്ടിക്കുലർ സ്റ്റേജിലാണ്, ഏത് ടെസ്റ്റിലാണ് ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം വന്നതെന്ന് നോക്കി നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിസൾട്ട് സെർവറിലേക്ക് സേവ് ചെയ്യുന്നത്. ഈ റിലേറ്റീവ് സ്റ്റേജിൽ നമ്മൾ മെമ്മറിക്ക് മാക്സിമം ലോഡ് കൊടുത്തിട്ട് നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യും. അതേപോലെ നമ്മുടെ ബാറ്ററിയുടെ ചാർജിങ് കപ്പാസിറ്റി, ലാപ്ടോപ്പിന്റെ ബാറ്ററിയുടെ ചാർജിങ് കപ്പാസിറ്റിയും നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യും. എത്രത്തോളം അത് ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് ഈ ടെസ്റ്റിൽ നമുക്ക് അറിയാൻ പറ്റും. റിലയബിലിറ്റി ടെസ്റ്റിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഫങ്ഷണാലിറ്റി ടെസ്റ്റ് ആണ്. ആ ഫങ്ഷണാലിറ്റി ടെസ്റ്റിന് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളിപ്പം ഈ ഒരു റിലയബിലിറ്റി ടെസ്റ്റിന് ചെയ്ത പ്രോസസ്സുകൾ എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വീണ്ടും അതിന് മുന്നേ ഒരു പ്രീ ചെക്കിംഗ് ഉണ്ട്. അതായത് ഈ നമ്മൾ പ്രീ ആർട്ടി എന്ന് പറഞ്ഞ മുന്നത്തെ ചെയ്ത പോലെ അവിടെ ബേസിക് ഫങ്ഷണാലിറ്റീസ് എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യും. അതായത് ഈ ഹെവി ലോഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ലാപ്ടോപ്പിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നത് നമ്മൾ അവിടെ നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ കസ്റ്റമർ വോയിസ് ലാപ്ടോപ്പിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫങ്ഷണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേജ്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ ചെയ്തെടുക്കണം അല്ലേ? അതെ അതെ. ഞാൻ ആദ്യം ചിന്തിച്ചത് ഇത് ജസ്റ്റ് എന്താ പറയുക, നമ്മളൊരു അസംബ്ലിംഗും കഴിഞ്ഞ് ഒരു ചെറിയ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ നമുക്ക് തരിക എന്നുള്ളതാണ്. അല്ലല്ല, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫുൾ സ്ട്രെച്ചിൽ നമ്മൾ ടെസ്റ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് അടുത്ത സ്റ്റേജിലേക്ക് കൊടുക്കുന്നത്. ശരിക്കും ഒരു ലാപ്ടോപ്പ് നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ഇത് എത്ര വർഷം നല്ല രീതിയിൽ നിലനിൽക്കുന്നു ഒരു കസ്റ്റമറിന് എത്രമാത്രം റിലയബിൾ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇവിടുന്ന് ഒരു കസ്റ്റമർ കയ്യിലേക്ക് എത്തിക്കുന്നത്. ഫങ്ഷണാലിറ്റി ടെസ്റ്റിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റേജാണ് FQC എന്ന് പറയും. FQC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ക്വാളിറ്റി ചെക്ക്. അതായത് ഫുൾ ഓർഡർ അസംബിൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വരുമ്പോഴാണ് എന്തെങ്കിലും സ്ക്രാച്ചോ ഡെന്റോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമ്മൾ പുറമേ ഉള്ള ഇഷ്യൂസ് എന്തെങ്കിലും നോക്കും. ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളത് റിപ്പയറിലേക്ക് മാറ്റും. അപ്പോൾ നമ്മൾ ഈ ഫൈനൽ ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ശേഷം നമ്മൾ അതായത് മെഷീൻസ് നമ്മൾ കൺവെയറിലേക്ക് മാറ്റുന്നു. അവിടുന്ന് നമ്മൾ നേരെ പാക്കിംഗ് സെക്ഷനിലേക്ക് ഇത് ട്രാൻസ്പോർട്ട് ആവുന്നു. അപ്പോൾ അതിനുശേഷം പാക്കിംഗ് കഴിഞ്ഞ ശേഷം നമ്മൾ ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോറിലേക്ക് മെഷീൻസ് മാറ്റുന്നു. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് കോക്കോണിക്സ് കമ്പനിയുടെ QA ആയിട്ടുള്ള അനഘയാണ്. അനഘ, സാധാരണ രീതിയിൽ ഞാൻ ഏത് കമ്പനി ചെന്ന് കഴിഞ്ഞാലും അതിന്റെ പാക്കിംഗ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്നാണ്, പിന്നെ അത് നമ്മൾ പുറത്തേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പ്രത്യേകമായിട്ട് വേറെയും ഇവിടുന്ന് വീണ്ടും നിങ്ങൾ ടെസ്റ്റിന് പോകുന്നുണ്ട് അല്ലേ? അതെ, തീർച്ചയായും. ഞങ്ങളുടെ ടെസ്റ്റിംഗ് പാക്കിങ്ങോടെ അവസാനിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കസ്റ്റമറിൻ്റെ വ്യൂ പോയിന്റിൽ ഒരു ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. അതായത് മെയിനായിട്ടും അത് ഫോക്കസ് ചെയ്യുന്നത് പാക്കിംഗ് വെരിഫിക്കേഷനാണ്. പിന്നെ ഫങ്ഷണാലിറ്റി ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഈ പാക്കിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. അതെ. അപ്പൊ ഇത് വീണ്ടും ഇത് പൊട്ടിച്ചെടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്? അതെ. ടോട്ടൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മെഷീനിൽ ഒരു 3% മെഷീനാണ് ഞങ്ങൾ എടുത്ത് CLലേക്ക് ചെക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു 1000 എണ്ണം ചെയ്തു വെച്ചിട്ട് ഒരു 30 എണ്ണം അത് നിങ്ങൾ പുറത്തേക്ക് എടുക്കും. തീർച്ചയായും. എന്നിട്ട് അത് വീണ്ടും ടെസ്റ്റ് ചെയ്യും. വീണ്ടും ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഇത്രയും ടെസ്റ്റ്? അതെ അതെ, തീർച്ചയായും. ഫുള്ളി പാക്ഡ് മെഷീൻ ആണല്ലോ കസ്റ്റമറിന്റെ കയ്യിൽ എത്തുന്നത്. അപ്പൊ കസ്റ്റമർ അത് ഏത് രീതിയിൽ ചെക്ക് ചെയ്യുന്നു ആ വ്യൂ പോയിന്റിൽ ഞങ്ങൾ ചെക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് ഇത് പ്രോഡക്റ്റ് ഒരു കസ്റ്റമർ കയ്യിലേക്ക് പോകുള്ളൂ? അതെ, തീർച്ചയായും. ഇത് കൊക്കോണിക്സോட എല്ലാ BA സർട്ടിഫൈഡ് മോഡൽ எல்லாமே ഇവിടെ ഡിസ്പ്ലേ செஞ்சிട്ടുണ്ട്. ഇവിടെ നമ്മகிட்ட സെലറാണിലിருந்து i7 വരെ എല്ലാ വെറൈറ്റിയും ப்ராசஸ் ஸ்பெக்ல ഇവിടെ ഉണ്ട്. இது இந்த 3 மாடல் இப்போ நம்ம லான்ச் பண்ண போற நியூ ப்ராடக்ட் கொக்கோனிக்ஸில். இது 14 இன்ச் வித் FHD IPS டிஸ்பிளேயோட மாடல். இது i3 i5 i7 மூணுமே சப்போர்ட் பண்ணும். மெட்டாலிக் ஃபினிஷ் உண்டு, லைட் வெயிட்டாகவும் உண்டு. இது கில்ட்ரானுக்காக வேண்டி செஞ்ச மினி PC. ഇത് കൊക്കോണിക്സോടെ മിനി PC. ഇതായിരുന്നു അഞ്ചു ആദ്യം പറഞ്ഞ മിനി PC. അതെ അതെ, ഇത് കെൽട്രോൺ ബ്രാൻഡിന് വേണ്ടി ചെയ്ത മിനി PC ആണ്. ഈ മിനി PC ടേബിൾ ടോപ്പ് ആയിട്ട് ഇവിടെയും വെക്കാം. ഇത് തന്നെ പുറകില് മോണിറ്ററിന്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓ, അത്രയും ചെറിയൊരു കോമ്പാക്ട് ആയിട്ട് അത് വരും. അതെ അതെ അതെ. അപ്പോൾ അതാരും കാണുകയും ചെയ്യില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വൗ, അടിപൊളി. 2019 കേരളത്തിൽ ആദ്യമായിട്ട് ഒരു PPP മോഡലിൽ സ്ഥാപിതമായ ഹാർഡ്വെയർ എക്കോസിസ്റ്റം കമ്പനിയാണ് കൊക്കോണിക്സ്. UST ഗ്ലോബൽ, കെൽട്രോൺ, KSIDC, ആക്സിലറോൺ എന്നീ കമ്പനികളുടെ സഹായത്തോടുകൂടി സ്ഥാപിച്ച ഈ കമ്പനി 2019 പ്രൊഡക്ഷൻ തുടങ്ങുകയും, പക്ഷേ ഏതൊരു കമ്പനിക്കും ഉണ്ടാകുന്ന പോലെ ഞങ്ങൾക്ക് ആദ്യം കുറച്ച് ബാലാരിഷ്ടതകളുണ്ടായി. ഞങ്ങൾക്ക് ടെക്നോളജിക്കലി ചില ചലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഓവർകം ചെയ്തിട്ട് അടുത്ത കാലത്തായിട്ട് ബഹുമാനപ്പെട്ട ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ രാജീവ് സാറിൻ്റെ നേതൃത്വത്തിൽ കെൽട്രോണിൻ്റെ ഇനിഷ്യേറ്റീവിൽ UST ഗ്ലോബലിൻ്റെയും KSIDCയുടെയും ആക്സിലറോണിൻ്റെ സഹായത്തോടുകൂടി കൊക്കോണിക്സ് വേർഷൻ 2 ഞങ്ങൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ 51% പ്രൈവറ്റിലായിരുന്ന കമ്പനി ഇപ്പോൾ 51% ഗവൺമെൻറ്റിലായിട്ട് ആദ്യത്തെ ഡീംഡ് ഗവൺമെൻറ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസ് വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് പ്രോഡക്റ്റ്സ് ഇനി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ചലഞ്ചസിലാണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കൊക്കോണിക്സ്. ഈ വെർഷൻ 2 എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ 3 പുതിയ പ്രോഡക്റ്റുകളാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പത്രസമ്മേളനം നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ രാജീവ് മിനിസ്റ്റർ തന്നെ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ച് നമ്മൾ ഉടനടി നടത്തുകയാണ്. അതിനകത്ത് കെൽട്രോണിൻ്റെ പേരിൽ നിർമ്മിക്കുന്ന ഒരു മിനി PC യും
അതോടൊപ്പം കൊക്കോണിക്സിൻ്റെ പേരിലുള്ള ഒരു മിനി പി സിയും ഒരു ലാപ്ടോപ്പുമാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ എല്ലാ ഇ കോമേഴ്സ് വെബ്സൈറ്റിലും ഈ പറയുന്ന പ്രോഡക്റ്റ്, ഈ വരുന്ന 3 പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യാനുള്ള ഒരു മെത്തഡോളജിയും നമ്മളിപ്പോൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 1 വർഷം വാറണ്ടി അടക്കമായിരിക്കും വരുന്നത്. അതിൻ്റെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ സർവീസ് എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. ഇത് അറിയാത്ത കാണാത്ത എത്രയോ ആളുകളുണ്ട്, അവരിലൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ കണ്ടല്ലോ കൊക്കോണിക്സ് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിൽ എത്രമാത്രം ശ്രദ്ധ കൊടുത്തിട്ടാണ് കൊക്കോണിക്സിന് ഈ ഒരു ലാപ്ടോപ്പുകൾ നമ്മുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അതുപോലെ എല്ലാ മേഖലയിലുള്ളവർക്കും ഏത് റേഞ്ചിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊക്കോണിക്സ് ഇവിടെ ഓരോ ലാപ്ടോപ്പും, കുട്ടികൾ മുതൽ എത്ര വലിയ പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുന്നോ ആ ലെവലിലുള്ള ലാപ്ടോപ്സ് വരെ, അതും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഓരോ മേക്കിങ്ങും ഓരോ പ്രൊഡക്ഷനും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ട് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കാൻ, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.